ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണ്. നിൽക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ, കല്യാണ വീഡിയോ ആണ്. അപ്പോൾ ആപ്പാൻ്റെ മോളെ കല്യാണമാണ്, വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തൊട്ട് കല്യാണത്തിൻ്റെ അന്നത്തെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് രാവിലെ ചെക്കൻ വരുന്നുണ്ട് കേട്ടോ. കല്യാണ ചെക്കൻ രാവിലെ വന്നിട്ട് വീട്ടിലല്ല കേട്ടോ കല്യാണം, ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ കല്യാണം. അപ്പോൾ കല്യാണ ചെക്കൻ രാവിലെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് വരും. വന്നിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് പോകും. അപ്പോൾ നിക്കാഹ് കഴിഞ്ഞതാണ് കേട്ടോ മുന്നേ. അപ്പോൾ അതിന് വേണ്ടിക്ക് പിന്നെ ചെക്കൻ വരുന്നുണ്ട്. അപ്പോൾ രാവിലെ എല്ലാവരും പോയതാണ് കേട്ടോ. ഞാൻ മുമ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു. തലേന്ന് പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. രാത്രിക്കത്തെ ഫംഗ്ഷനൊന്നും പോകാൻ പറ്റിയിട്ടില്ല, ഞങ്ങൾ പോയിട്ടില്ലായിരുന്നു. പിന്നെ കല്യാണത്തിന് പോയാൽ പിന്നെ എല്ലാവരും ഫോട്ടോയും വീഡിയോസും തന്നെ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഞാനും എടുത്തു കേട്ടോ, ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. മാഷാ അല്ലാ. ഇത് ഉപ്പാപ്പ എൻ്റെ ഉമ്മ ഫാമിലി അവരൊക്കെ അങ്ങനെ നിൽക്കുന്ന വീഡിയോസാണ് കേട്ടോ. ഇതാണ് കേട്ടോ സുഹൈൽ അപ്പൻ്റെ ഇളയ മോനാണ്. പോനങ്ങനെ വീഡിയോ എടുക്കുന്നതിലും പിന്നെ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മാഷാ അല്ലാ, കല്യാണമൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ എപ്പോഴും പറയുന്നത് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാം, കുറച്ച് ലെങ്ത് വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ. കല്യാണത്തിന് പോവുകയാണ്. ഞാൻ ചെക്കനൊക്കെ പോയിട്ട് വീട്ടിലേക്ക് വന്നു. ഇതാണ് കേട്ടോ എൻ്റെ വീട്ടിലേക്ക് വന്നു, ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ അനിയത്തേക്ക് പോകണം കേട്ടോ. അപ്പം കല്യാണത്തിലേക്ക് പോകാൻ അവിടെ നിന്ന് ബസ്സൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ കല്യാണ വീട്. ബസ്സിന് പോയിട്ടില്ല, മക്കൾ മദ്രസൊക്കെ വിട്ടിട്ട് പിന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ 11 മണി സമയത്താണ് കേട്ടോ കല്യാണ ബസ് പോയത്. മക്കൾക്ക് മദ്രസ 12:30 വരെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ മക്കളെയൊക്കെ കൂട്ടിയിട്ട് പോവുകയാണ്. പിന്നെ ഒരു ഇത്താത്തി അനിയത്തിയൊക്കെ അവർക്ക് മുന്നേ പോയിട്ടുണ്ടായിരുന്നു. ഒരു ഇത്താത്തി അനിയത്തി ഞങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പോൾ പോകുന്നത് കേട്ടോ. ഉമ്മൻ്റെ ഉമ്മ 6 മക്കളാണ്. അപ്പോൾ ഒരാൾ വന്നിട്ടില്ല കേട്ടോ, ഒരാൾ വീട്ടിലുണ്ട്, ഒരാൾ വന്നിട്ടില്ല, ഉമ്മ വന്നിട്ടില്ല. ഉമ്മക്കൊന്നും സുഖമില്ല. പിന്നെ മക്കൾ എൻ്റെ വലിയമ്മ സിനു അനിയത്തിൻ്റെ മക്കൾ അങ്ങനെ അവരൊന്നും ആരും വന്നിട്ടില്ല. ഇതൊക്കെ കല്യാണത്തിനൊക്കെ പോകാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് അവിടെ ഉണ്ട് കേട്ടോ, ബത്തക്ക മുന്തിരിങ്ങ, അപ്പോൾ ഇതൊക്കെ ജ്യൂസൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ അതൊക്കെ കുടിച്ചു. പിന്നെ ഇത്തരം മോനാട്ടിത് ഫുഡ് കഴിക്കാൻ പോയി. എല്ലാവരും ഫുഡ് കഴിക്കുന്നതാണ്. ഫുഡ് കഴിച്ചിട്ട് അവൻ മുകളിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അനിയത്തി മക്കളൊക്കെ ഇവിടെ ഇത്തത്തൊക്കെ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. ഫുഡ് എന്താണെന്ന് വെച്ചാൽ അലസിയാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ തന്നെ കേട്ടോ. അധിക കല്യാണത്തിന് അലസിലുണ്ടാവും. കല്യാണത്തിന് മാത്രമല്ല കേട്ടോ, കുടിയിൽ അങ്ങനത്തെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പം അലസി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അലസേൻ്റെ കൂടെ ബീഫ് വരട്ടിയതാണ് കേട്ടോ കഴിക്കുന്നത്. അലസേൻ്റെ കൂടെ പഞ്ചസാരയാണ് കേട്ടോ അധികം ഉണ്ടാവില്ല അങ്ങനെയാണ്. പക്ഷെ കറിയും കൂട്ടി കഴിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അധികം കറിയും കൂട്ടിയൊക്കെ കഴിക്കും. ഞാൻ ഇന്ന് വിചാരിച്ചിരുന്നു ബീഫും കൂട്ടി കഴിക്കാം. അപ്പോൾ എല്ലാവരും കൂടി താത്തവും എല്ലാവരും കൂടി ബീഫും കൂട്ടി കഴിക്കുകയാണ്. അപ്പം ബീഫും അലസയൊക്കെ കഴിച്ചതിന് ശേഷം ചിക്കൻ ബിരിയാണി കേട്ടോ. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചു.
അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ജിലേബിയൊക്കെ അവിടെ ചുടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി അതൊക്കെ മേടിച്ചു, അതും കഴിച്ചു. പക്ഷേ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ജിലേബി ചുടുന്നിടത്ത് ചുറ്റും നോക്കിയിരിക്കുന്നതൊക്കെ. നോക്കുന്നത് അവർ മേടിക്കാൻ വേണ്ടിക്ക് നിൽക്കുന്നതൊക്കെയാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളും പോയിട്ട് മേടിച്ചു, ഞങ്ങളും കഴിച്ചു കേട്ടോ. കഴിച്ച് ഇഷ്ടം മുകളിലേക്ക് പോയി. മുകളിലാണ് കേട്ടോ ഫാമിലി എല്ലാവരും ഉള്ളത്. എന്നുവെച്ചാൽ നമ്മളെ ഉപ്പാൻ്റെ ഫാമിലിയൊക്കെ ഉണ്ട് അവിടെ. അവരൊക്കെ കണ്ടെങ്കിൽ മുകളിൽ പോകണം. അവരൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വന്നപാട് ഫുഡ് കഴിക്കാം, എല്ലാവരും വന്ന് ഫുഡ് കഴിച്ചിട്ട് മുകളിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് മുകളിലേക്ക് പോയത്. സ്റ്റേജിൽ പോകുമ്പോഴത്തേക്ക് മക്കളെ ഉള്ളു കേട്ടോ, പെണ്ണും ചെക്കനെ കാണുന്നില്ല. അവർ ഫുഡ് കഴിക്കാൻ പോയതാണ് കേട്ടോ ചെക്കനും പെണ്ണൊക്കെ. മക്കൾ സ്റ്റേജിനെ കളിക്കുന്നുണ്ട്. അപ്പോൾ അവരെ ഫോട്ടോസ് വീഡിയോസൊക്കെ എല്ലാവരും എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഏട്ടത്തിന് ഇതിന് മക്കളൊക്കെയാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ മക്കളും. അപ്പോൾ എല്ലാവരും കൂടി ഫോട്ടോ എടുക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോസ് എടുത്തു. പിന്നെ മക്കൾ നല്ല കളിയിലാണ് കേട്ടോ. അവർക്ക് ഇടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കണം. അവിടെ പിടിച്ചിരുത്തിയതാണ് ഞാനപ്പം. വീഡിയോ എടുക്കുന്നതിന് ആർക്കും കുറവൊന്നുമില്ല. വീഡിയോ എന്താ കാണാത്ത, ഇപ്പം എന്താ വീഡിയോ അങ്ങനെ ഇടാത്തതെന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നു കേട്ടോ. ഇപ്പോൾ വീഡിയോ കുറവാണല്ലോ, വീഡിയോ ഇടുന്നില്ലേ, നിർത്തിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവരാരും വീഡിയോ അവർക്ക് ഇടുന്ന ഇഷ്ടമല്ല കേട്ടോ. അപ്പം എനിക്ക് അങ്ങനെ വലുതായിട്ട് വീഡിയോ എടുക്കുമ്പം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് എഡിറ്റ് ചെയ്യുമ്പോഴും ഒരുപാട് വിഷമമുണ്ട് കേട്ടോ. അപ്പോൾ ഒരാളെ മുഖം കാണാൻ പറ്റില്ല, ഒരാൾക്ക് വീഡിയോ നിൽക്കാനും ഇഷ്ടമാണ്. അപ്പോൾ ആ നിൽക്കാൻ ഇഷ്ടമില്ല അവരെ വീഡിയോ എടുക്കുമ്പോഴേക്കും അപ്പുറത്തെ സൈഡിലും മറ്റുള്ളവരുണ്ടാവുക. അപ്പം തന്നെ അവർ ഞങ്ങളിടല്ലേ. അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്തത്. അതുകൊണ്ട് ലേറ്റായും ചെയ്തു കേട്ടോ വീഡിയോ ഇടാൻ തന്നെ. അങ്ങനെ കല്യാണമൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാ കല്യാണമൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ പോവാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുട്ടികളുടെ അവളെ ഫ്രണ്ട്സിൻ്റെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. ഇതും എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും കൂടെ ചെയ്യട്ടോ. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ ബസ്സിനാണ് പോകണം കേട്ടോ. ചെറിയൊരു മഴയുണ്ട്. മഴയൊക്കെ ആസ്വദിച്ചിട്ട് ഞങ്ങൾ പോവുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.